ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം അമ്മ ഞെട്ടിച്ച പോലെ ഈ വർഷം ഒന്ന് ഞെട്ടിക്കാൻ പോവാ കേട്ടോ. ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് കൊല്ലത്തുനിന്ന് കോട്ടയത്തോട്ട് പോവാണ്. അന്ന് നമ്മൾ അമ്മയും കൊണ്ട് പോയാണ് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ ഇപ്പം നമ്മൾ ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് അമ്മയെ കാണാൻ പോകട്ടോ. അമ്മയ്ക്ക് അറിയത്തില്ല നമ്മൾ വരുന്നുണ്ടെന്നൊക്കെ. അന്നേരം എന്താ പറയുന്നത്, ഒരു സാരി വാങ്ങിക്കണം, പിന്നെ ഒരു കൊച്ചൊരു കേക്കും വാങ്ങിക്കണം അല്ലേ. അപ്പോൾ കണ്ണച്ചേട്ടൻ ഓഫീസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയായി നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോൾ. ചങ്ങനാശ്ശേരി എത്തുന്നേ ഉള്ളൂ. നമ്മളപ്പോൾ ഇപ്പം ഷീമാട്ടിലോട്ടാണ് പോകുന്നതാണ്. അമ്മയ്ക്ക് ഷീമാട്ടിലെ സാരിയാണ് എപ്പോഴും ഇഷ്ടം. എവിടെ പോയാലും എങ്ങനെയൊക്കെ പോയാലും അവസാനം ഷീമാട്ടി ചെന്നിട്ട് അവിടുന്ന് എടുക്കത്തുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഷീമാട്ടിൽ പോയി സാരിയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഷീമാട്ടിലോട്ട് പോവാണ്. BCM കോളേജ് ഫോർ വിമൺ. ഞാനിവിടെ കേട്ടോ പഠിച്ചത്. ഡിഗ്രി അതെ, PG അതെ. അതുകൊണ്ട് ഈ റോഡിൽ കൂടെ പോകുമ്പോൾ കോളേജ് കാണുമ്പോൾ എനിക്ക് നമ്മുടെ പഴയ മെമ്മറീസൊക്കെ ഓർമ്മ വരും. ഒരുപാട് മെമ്മറീസ് ഉള്ളൊരു കോളേജാണ്. കാരണം അത്രയും നമ്മൾ തിക്ക് ഫ്രണ്ട്സ് ആകുമല്ലോ ഇത്രയും വർഷം ഒരുമിച്ച് കൂടെ ഇന്ന് പഠിക്കുമ്പോൾ. അതുപോലെ ഈ ഒരു റോഡിൻ്റെ പ്രത്യേകതയുണ്ടല്ലോ, നമുക്ക് എന്താണോ ആവശ്യം അതിവിടെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ കാണും. നമുക്ക് എന്ത് വേണേലും ഷോപ്പിങ്ങിന് വന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു കടയിൽ കാണും. അതുകൊണ്ടാണ് ഇവിടെ ഫുള്ള് അപ്പുറവും ഇപ്പുറവും കടകളാണ്. പല പല സാധനങ്ങളും ഷോപ്പിങ്ങിന് വരാൻ പറ്റിയ ഒരു ഏരിയയാണ് കോട്ടയത്തെ ഈ ഒരു KK റോഡ്. ഇപ്പോൾ നമ്മളിവിടെ ഇപ്പം ഷീമാട്ടിലോട്ട് കയറാൻ പോവാണ്. അറിയത്തില്ല തിരക്കുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഈവനിങ് ആയിട്ടുണ്ട്, അതിൻ്റെ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ട് കേട്ടോ. ഓഫീസൊക്കെ വിട്ട് ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഷീമാട്ടിൻ്റെ ഉള്ളിൽ പോയി നോക്കാം. ഇപ്പോൾ ഷീമാട്ടി ഒന്ന് എന്തോ പുതിയ തരത്തിലുള്ള സംഭവങ്ങളൊക്കെ എന്തോ ചെയ്തായിരുന്നു. എന്തോ യങ് ഷീമാട്ടി എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു കോൺസെപ്റ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പം നമുക്ക് ഉള്ളിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മൾ ഷീമാട്ടിയിലെത്തി. നല്ല തിരക്കാണ് കേട്ടോ. വൈകുന്നേരമാണ്. നമ്മൾ കറക്റ്റ് 4 മണിയായപ്പോൾ തന്നെ കോട്ടയത്തെത്തി. ഇതാണ് യങ് ഷീമാട്ടി. നമ്മൾ ഫസ്റ്റ് നിങ്ങൾക്ക് ഷീമാട്ടി പോയിട്ടുള്ളവർക്ക് അറിയാം, കയറി വരുമ്പോഴേ കിഡ്സ് സെക്ഷനും അതുപോലെ നമുക്ക് കുർത്തീസും കുർത്തിയൊക്കെയാണ്. ഇപ്പോൾ അവിടെ ചേഞ്ച് ചെയ്തിട്ട് വെഡ്ഡിങ്ങിൻ്റെ ഫുൾ എന്തോ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ സെറ്റ് സാരീസാണ് നോക്കിയത് കേട്ടോ. ഞാൻ എപ്പോഴും ബർത്ത്ഡേക്ക് സെറ്റ് സാരിയാണ് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ എല്ലാം ഒട്ടുമിക്ക ഡിസൈനൊക്കെ അമ്മയ്ക്ക് ഉള്ളതായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് വേറെ ടൈപ്പ് സാരി നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അൺഫോർച്ചുനേറ്റ്ലി അവർ വ്ളോഗ് എടുക്കാൻ സമ്മതിച്ചില്ല. എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എപ്പോഴും അവിടെ പോകുമ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞു വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ട് കൂടുതൽ നിങ്ങളെ ഒന്നും കാണിക്കാൻ എനിക്ക് പറ്റിയില്ല. ഈ സെറ്റ് സാരീസ് നമ്മൾ നോക്കി മാറ്റി വെച്ചേക്കുമായിരുന്നു കേട്ടോ. മറ്റേ കാഞ്ചീപുരം സോഫ്റ്റ് സിൽക്കൊക്കെ നോക്കിയിട്ട് ഒന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഒരു സാരി മാറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം ഇതോടെ ഈ ഷീമാട്ടിയുടെ വ്ളോഗ് ഇവിടെ തീരുവാണ്. കാരണം അവർ വ്ളോഗ് എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പം അമ്മ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഏത് സാരിയാണെന്ന് കാണിച്ചു തരാം. ഇതൊന്ന് മാറ്റി വെച്ചേക്കാം. വേറെ ടൈപ്പ് ഏതെങ്കിലും ഉണ്ടോ? നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ കേട്ടോ. സെറ്റ് സാരി എടുത്തില്ല, പകരം വേറൊരു സാരി എടുത്തു. സെറ്റ് സാരി അവിടെ അമ്മയ്ക്ക് ഉള്ളതൊക്കെ തന്നെയായിരുന്നു. ഞാൻ എപ്പോഴും ഇവിടെ നിന്നല്ലേ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടെല്ലാം അമ്മയ്ക്ക് ഉള്ളതായിരുന്നു. കവർ മാത്രമേ ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അവിടെ വീഡിയോ അലോഡ് അല്ലായിരുന്നല്ലേ, വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ എടുത്തൊക്കെ വരുമായിരുന്നു വലിയ കാര്യം. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം നിർത്തിക്കോ, ഇവിടെ അതൊന്നും സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് പാക്ക് ചെയ്ത പോലും എടുത്തില്ല. അപ്പോൾ അമ്മ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണിക്കാം. ഇനിയിപ്പം നമുക്കൊരു കൊച്ചൊരു കേക്ക് കൂടെ മേടിച്ചിട്ട് അമ്മ ഒന്ന് ഞെട്ടിച്ചേച്ച് വരാം അല്ലേ. നമ്മളങ്ങനെ ഷീമാട്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. താഴത്തെ ഫ്ലോർ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നിങ്ങൾ ഷീമാട്ടി പോകാൻ പറ്റുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കണം. പഴയ ഷീമാട്ടി വെച്ച് നോക്കുമ്പോൾ യങ് ഷീമാട്ടി തന്നെ ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മളങ്ങനെ പിന്നെ കാരിത്താസിൻ്റെ അവിടെ ലിറ്റിൽ ബൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് കേക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു. നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് എഴുതാൻ കൊടുത്തേക്കുവാണ്. അമ്മയ്ക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ തന്നെ ഇട്ടേട്ടോ, സ്ട്രോബെറി. 6 മണി കഴിഞ്ഞ് ഇനി ഇതൊക്കെ കൊടുത്ത് സർപ്രൈസൊക്കെ കൊടുത്ത് എപ്പോൾ തിരിച്ച് വീട്ടിൽ പോകുന്ന കേക്ക് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ അമ്മ അങ്ങനെ എഴുതി നമുക്ക് കിട്ടുക കേട്ടോ. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളെ രണ്ടും ഗിഫ്റ്റ് വാങ്ങിക്കാൻ കൊല്ലത്ത് ഒരു ഷോപ്പിൽ പോയേക്കുവാണ്, പിന്നെ വിളിക്കാമെന്നൊക്കെ പറഞ്ഞാണ്. അല്ലേ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചാണ്. അപ്പോൾ അങ്ങനെയാണ് സർപ്രൈസ് പൊളിഞ്ഞാൻ. അതുകൊണ്ട് എന്നെ വിളിക്കാതിരിക്കുക, ഞാൻ എവിടെയോ ഗിഫ്റ്റ് മേടിക്കാൻ പോയേക്കാന്ന് വെച്ചാൽ അമ്മ വിളിക്കാതിരിക്കുന്നത്. എന്നാലും നമുക്കിത് മേടിച്ചുകൊണ്ടൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വീടെത്താറായി. അങ്ങനെ വീടെത്തി. സന്ധ്യ സമയമുണ്ട്. അമ്മ അവിടെ നിന്ന് നാമം ചൊല്ലുന്നുണ്ടായിരിക്കും. മിക്കവാറും ഞങ്ങളെ കണ്ടു കാണും. അവിടെ വെളിയിലിരിക്കുന്നുണ്ട്, വണ്ടി വന്ന് കണ്ടു കാണും മിക്കവാറും. ഞാൻ വിളിച്ച് നോക്കുവാണേ.
ആ എപ്പോഴാടാ വന്നത് ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട്? ഞങ്ങളാ വാതിക്ക വന്നെങ്കിൽ ഇറങ്ങി വാ. കണ്ട് അതാ എടുക്കാൻ താമസം മതി. അതാ എടുക്കാൻ ഒരു താമസം മതി. ഇതാണ് എൻ്റെ അമ്മക്കുട്ടി. എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. സാധാരണ ഓണത്തിനാണ് വരുന്നത് കേട്ടോ, എപ്പോഴും ചതയം നാൾ. ഈ വർഷം ഓണത്തിന് മുമ്പേ വന്നു, നേരത്തെ വന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും വരത്തില്ലെന്നാണ് അമ്മ വിചാരിച്ചുകൊണ്ടിരുന്നത്. വൈകിട്ടായിപ്പോയി കേട്ടോ എത്തിയപ്പോൾ. സാധാരണ ഞാൻ രാവിലെ വന്ന് സർപ്രൈസ് കൊടുക്കുന്നതാണ്. അപ്പോൾ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് ഇരിക്കുമായിരുന്നു. ഞാൻ ഒട്ടും വരുമെന്ന് അമ്മ വിചാരിച്ചില്ല. ഞാനും കണ്ണൻചേട്ടനും കൂടെ ശരിക്കും ആക്കൊരു ഞെട്ടലായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ. സമയത്ത് ഇപ്പോൾ ഇവിടെ കൂട്ടി വന്നു. അവളങ്ങനെ വലുതും പറയും. ഞാൻ ഈ ലോകത്ത് എവിടെയാണേലും വരും ഈ ദിവസം. എനിക്ക് വരാൻ എന്തെങ്കിലും ഒന്നുമില്ല. ഞാൻ എനിക്കൊന്നും വേണ്ട, പെട്ടെന്ന് പോയി റെഡിയാ. നമുക്ക് 4 മണിക്കാറ്റി പോയി കേക്ക് മുറിക്കും. ഞാൻ റെഡിയാവും, ചുരിദാർ ഇട്ടാലും മതി. റെഡി ആയിട്ട് നിങ്ങൾക്ക് അങ്ങ് വരെ പോകണ്ടേ? കേക്കുമായിട്ട് വന്നതാ. കേക്കുമായിട്ട് വന്നേ, കേക്ക് മുറിക്കണം. പക്ഷേ നിങ്ങൾക്ക് അങ്ങ് വരെ പോകണ്ട. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. വേണ്ട വേണ്ട. ഇവിടെ ഇന്ന് മുറിക്കാൻ പറ്റത്തേക്ക് 4 മണിക്കാറ്റി പോയി മുറിക്കും. ഞാൻ ഇനി റെഡി ആയിട്ടൊക്കെ വരണ്ടേ? വേണ്ട, ചുരിദാർ ഇട്ടാ എന്നായാലും ഞാൻ അമ്മ സമ്മതിപ്പിച്ച് ഞങ്ങൾ അങ്ങനെ ഒരു കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റൊക്കെ ആയിട്ട് പിന്നെ 4 മണിക്കാറ്റി പോയി കേട്ടോ. ആ ഞെട്ടൽ അങ്ങോട്ട് മാറില്ല. അതാ ദേഷ്യപ്പെടുവോ സ്നേഹിക്കുവാണോ എന്നതാന്ന് അമ്മയ്ക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഞങ്ങൾ അങ്ങനെ 4 മണിക്കാറ്റി പോയി. കാരണം നല്ല അത്യാവശ്യം മഴക്കാറുണ്ടായിരുന്നു, ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ചെന്നിന് കേക്ക് മുറിക്കാൻ പറ്റുമോ ഒന്നും അറിയത്തില്ലായിരുന്നു. ഭാഗ്യത്തിനവിടെ ചെന്നപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞു, ചെറിയൊരു ചാറ്റൽ മഴ ഉള്ളായിരുന്നു. അപ്പം നമ്മൾ കേക്കൊക്കെ മുറിച്ചു, ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഒരുപാട് സന്തോഷമായി ഞങ്ങൾക്ക് 3 പേർക്കും. ആ ദിവസം എനിക്ക് അമ്മയുടെ കൂടെ കൂടാൻ പറ്റി. ഞാൻ എവിടെയാണെങ്കിലും അമ്മയുടെ കൂടെ ഉള്ളതാണ് അന്നേരം. ഈ വർഷം എനിക്ക് അമ്മയുടെ കൂടെ കൂടാൻ പറ്റി. എപ്പോഴും ഓണത്തിനാണ് വരുന്നത് അമ്മയുടെ ബർത്ത്ഡേ. അപ്പോൾ ഞാൻ ഓണക്കോടി പോലെ എപ്പോഴും ഗിഫ്റ്റ് കൊടുക്കുന്നത്. ഈ പ്രാവശ്യം അങ്ങ് നേരത്തെ ആയിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു. പാട്ട് പാടാൻ ആരുമില്ല, ഗ്രൂപ്പ് സോങ് ഞാൻ മാത്രമേ പേര് എടുത്തിട്ടുള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അമ്മ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ബർത്ത്ഡേ പബ്ലിക് കേക്ക് കൊടുക്കുന്നത്. ഇവർക്ക് എടുത്തല്ലെന്ന് പറയും. ഇല്ല, ഞാൻ എടുക്കാൻ കൊണ്ടുവാ. സ്ട്രോബെറി ഫ്ലേവർ ഉള്ള ഒത്തിരി ഉണ്ട്. ഞാൻ കൊടുക്കുന്ന ഒന്നുകൂടി എടുക്കാവോ? ഞാൻ ഇത്തിരി തരുന്നുള്ളൂ. ഞങ്ങൾ 3 പേരും കേക്ക് കഴിക്കുന്നതായിരിക്കും. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഒരു ബർത്ത്ഡേ അല്ലേ. പബ്ലിക്ക് ഞങ്ങൾ 4 മണിക്കായിട്ട് വന്നാ കേട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടി. മഴയായിരുന്നു ഇത്ര നേരം, ഇപ്പോഴാണ് മഴയൊന്ന് മാറിയത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട ഫ്ലേവറുള്ള കേക്ക് തന്നെ കിട്ടി, സ്ട്രോബെറി. അത് തന്നെ എൻ്റെ കെട്ടിയവനോട് പറഞ്ഞാൽ മതി. എന്നെ ഇത്രയും ദൂരം ഈ നേരത്ത്, നേരമില്ലാത്ത നേരത്ത് ഇങ്ങോട്ട് എൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുവന്നതിന് ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത് ഏറ്റുവാരപ്പനും എൻ്റെ സ്വന്തം കെട്ടിയവനും ആണ് കേട്ടോ. സത്യം. കാരണം ഞാൻ ഈ ലോകത്ത് എവിടെയാണേലും അമ്മയുടെ പിറന്നാളിന് അമ്മയുടെ കൂടെ ഉള്ള. ഞാൻ അന്നേരം വിഷമിച്ചിരിക്കുമായിരുന്നു ഇന്നലെ തൊട്ട്. അപ്പം എന്നോട് പറഞ്ഞു നമുക്ക് ഇന്ന് പോയി സർപ്രൈസ് കൊടുക്കാന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ന് വന്നത് ഇവിടെ, അല്ലേ? ഇവിടെ നല്ല വ്യൂ ആയിരുന്നു. ഇവിടുന്ന് ആ വ്യൂ കിട്ടുമായിരുന്നു പറഞ്ഞേ. ഇനി കേക്ക് കഴിക്കാൻ വല്ലാതെ കാക്ക കൊത്തു. കാണാൻ പറ്റുന്നുണ്ടോ? നല്ലപോലെയാണ്. ബർത്ത്ഡേക്ക് കൊണ്ടുവന്ന മോളും മോനും കൂടെ കൊണ്ടുവന്ന ഗിഫ്റ്റാ. അവിടെ വെച്ച്
വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ സമ്മതിച്ചില്ല. അപ്പോൾ ഞാൻ വെച്ച് നിങ്ങൾക്ക് കൂടെ സർപ്രൈസ് ആയിട്ട് കാണിക്കാം. ഇതാണ് നമ്മൾ മേടിച്ച സാരി. സെറ്റ് സാരിയൊക്കെ നോക്കിയത്, പക്ഷെ അതെല്ലാം അമ്മയ്ക്ക് ഉള്ള ടൈപ്പായിരുന്നു. അപ്പം അതുകൊണ്ട് ഒരു കളർ സാരി മേടിച്ചു. ഇഷ്ടമായോ? ആ ഗ്രീന വീട്ടത്ത് കാണാമെന്ന് വെച്ചു. ഇപ്പം 7 മണിയായി കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ സെലക്ഷൻ. ഇത് ശരിക്കും ഒരു നല്ലൊരു അല്ല ഡാർക്ക് ഗ്രീനാണ്. വീഡിയോയിൽ ഇത് കാണാമെന്ന് അറിയത്തില്ല. ഞാൻ വെട്ടമുള്ളപ്പം ഫോട്ടോ കാണിച്ചു തരാം. ഇത് മതി മോനെ, മാറുന്നൊന്നുമില്ല. നീ ആഗ്രഹിച്ചു മേടിച്ചു, നീ രണ്ടും ആഗ്രഹിച്ചു മേടിച്ചു. ഇഷ്ടമായോ? പിന്നെ നമ്മളങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഹാപ്പി ആയിട്ട് അവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറേ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. പിന്നെ 4 മണിക്കാറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. ഒരു നളൻ എന്താ പറയുന്നത്, റെസ്റ്റോറൻ്റ് അല്ല, ഒരു ടെമ്പിൾ ഓഫ് ഫുഡീസ് എന്ന് പറഞ്ഞൊരു ഇത് കണ്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കാണും. അവിടെ 1 വർഷം എന്തോ ആയെന്ന് പറഞ്ഞു അവരവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവിടെ ഈ കുക്കിങ്ങിൻ്റെയൊക്കെ ഒരു അക്കാഡമി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ 3 പേരും അവിടെ കയറുന്നത്. അകത്തൊക്കെ നല്ല ആംബിയൻസ് ആണ്. ഇരുന്ന് കഴിക്കാൻ പറ്റും. നല്ലൊരു ഫോട്ടോസും ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ലുക്കുള്ളൊരു ഹോട്ടലായിരുന്നു കേട്ടോ. നമ്മൾ സാധാ ഫ്രൈഡ് റൈസും അമ്മയ്ക്ക് പൊറോട്ടയും ചപ്പാത്തി ഇല്ലായിരുന്നു. ഒരു ചിക്കൻ്റെ ഒരു ഗ്രേവി ഉള്ളൊരു കറിയും വാങ്ങിച്ചു. 7 മണി ഒക്കെ ആകുന്നേ ഉള്ളായിരുന്നു. അപ്പം വലിയ വിശപ്പൊന്നും ഇല്ലായിരുന്നു. നമ്മളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറി എന്തെങ്കിലും ഒന്ന് കഴിക്കാമല്ലോ എന്ന് വെച്ചുകൊണ്ട് ഒരു ഫ്രൈഡ് റൈസും പൊറോട്ടയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ കഴിച്ച് അമ്മ വീട്ടിൽ കൊണ്ട് വിട്ടു. അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ട് എന്താ പറയുന്നത്, അവസാനത്തെ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ശരിക്കും കേട്ടോ. ആകെ സന്തോഷം കയറിയിട്ട് എന്താ പറയുന്നതെന്ന് പോലും അറിയത്തില്ല. അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാം. മഴയത്ത് നിന്നാ കേക്ക് മുറിച്ചതും ഗിഫ്റ്റ് കൊടുത്തതൊക്കെ. സാരി എനിക്ക് അറിയത്തില്ല എന്തുമാത്രം നിങ്ങൾക്ക് കാണായിരുന്നു എന്ന്. ഒരു ഡാർക്ക് ഗ്രീൻ സാരിയാണത്. വെട്ടത്ത് വെച്ച് അമ്മ എപ്പോഴേലും ഫോട്ടോ എടുക്കുകയാണല്ലേ, കാണിച്ചു തരാം കേട്ടോ. എപ്പോഴേലും ഷീമാട്ടിന്ന് എടുത്തോണ്ട് നല്ല അവിടെ വെച്ച് നോക്കിയപ്പോൾ നല്ല കളറായിരുന്നു കേട്ടോ. രാത്രിയിലായപ്പോൾ ഡിമ്മായിപ്പോയി അതിൻ്റെ കളർ. അപ്പോൾ നമ്മൾ അമ്മ വീട്ടിൽ തിരിച്ചു കൊണ്ട് വിട്ടു. ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചു. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും എനിക്ക് അമ്മയുടെ കൂടെ ബർത്ത്ഡേ കൂടാൻ പറ്റി. സാധാരണ ഓണത്തിനാണ് വരുന്നത് എപ്പോഴും അമ്മയുടെ ബർത്ത്ഡേ. ഇതിപ്പോൾ നേരത്തെ ആയിപ്പോയി. ചിങ്ങമാസത്തിൽ നാൾ വന്നപ്പോൾ നേരത്തെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഇത്ര ഒരു എന്താ പറയുക, രാവിലെ ഞങ്ങളല്ലേ വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓഫീസിലെ തിരക്കൊക്കെ കഴിഞ്ഞ് ഉച്ചയായി വന്നപ്പോൾ ഒത്തിരി നാളായില്ലേ ഞാനൊരു വ്ളോഗ് ഇട്ടിട്ട്. അപ്പോൾ ഈ ബർത്ത്ഡേ വ്ളോഗ് അങ്ങ് ഫുൾ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഷീമാറ്റുകാർ പണി തന്നു വ്ളോഗ്. ഞാൻ വിചാരിച്ചു നിങ്ങളെ പുതിയ അവരുടെ കളക്ഷനും ഒക്കെ കാണിക്കാമല്ലോ എന്ന് വെച്ചായിരുന്നു വ്ളോഗ് എടുത്തത് കേട്ടോ. ഷീമാറ്റി ചെന്നു, പക്ഷേ മിസ്സായിപ്പോയി. സാരില്ല, വേറെ ദിവസം എടുക്കാം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയി. ഇപ്പോൾ 8 മണി ആകാറായി. നമ്മളൊരു 9 മണി 2 മണിക്കൂർ എടുക്കും അല്ലേ. ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്, 2 മണിക്കൂർ എടുക്കുമായിരിക്കും. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ എല്ലാ അമ്മമാർക്കും അല്ലേ, അമ്മമാർക്ക് മാത്രമല്ല അച്ഛന്മാർക്കും ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേരൻസിന് ഇതുപോലെ സർപ്രൈസ് ഒക്കെ കൊടുക്കണം, ഗിഫ്റ്റ് കൊടുക്കണം. ഗിഫ്റ്റ് കൊടുക്കണോ? ഒന്നും പറയാനില്ലേ? ആ എന്നാ ശരി, ഡിസ്റ്റർബ് ചെയ്യണ്ട. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. നമ്മൾ എന്താ പറയുക, പേരൻസിന് അവർക്ക് ഒരു ഹാപ്പിനെസ് വരുന്ന, അവർക്ക് എന്താണ് ഇഷ്ടം നമ്മളപ്പോൾ വല്ലപ്പോഴും ഒക്കെയല്ലോ അവരുടെ ബർത്ത്ഡേക്കോ അങ്ങനെ വെഡിങ് ആനിവേഴ്സറിക്കോ നമ്മളങ്ങനെ ഓർത്തിന്ന് ചെയ്യുമ്പോൾ അവർക്ക് നല്ല സന്തോഷമായിരിക്കും കൊടുക്കുന്ന, നമുക്ക് അതിലും സന്തോഷമായിരിക്കും. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് എല്ലാ അമ്മമാർക്കും